നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ വെർട്ടിക്കൽ പ്ലേറ്റ് ആണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലേറ്റ് എന്ന് പറയുമ്പം എങ്ങനെയാണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേഷനറി പ്ലേറ്റ്. അത് വെർട്ടിക്കൽ അല്ല, പക്ഷെ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിരിക്കുകയാണ് അല്ലേ. ഇനി ഈ ജെറ്റിൽ നിന്ന് നമുക്ക് വി വെലോസിറ്റിയിൽ വാട്ടർ വന്നിട്ട് ഈ സർഫസിൽ ഹിറ്റ് ചെയ്യുകയാണ്. അപ്പം വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വി ആയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ജെറ്റും ഈ ഇൻക്ലൈൻഡ് പ്ലേറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താ, ആംഗിൾ ബിറ്റ്വീൻ ജെറ്റ് ആൻഡ് ഇൻക്ലൈൻഡ് പ്ലേറ്റ്. ഓക്കെ. ഇനി നമ്മൾ ഫോഴ്സസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എൻ ആണ്. ഈ എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ ടു ദി പ്ലേറ്റ്, അതായത് ഫോഴ്സ് ആക്ടിങ് നോർമൽ ടു ദി പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ ഫോഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ പ്ലേറ്റിന് നോർമലായ ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്ലേറ്റിന് നോർമലായ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട വെലോസിറ്റി കമ്പോണൻറ്റും ഏത് ഡയറക്ഷനായിരിക്കണം, ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാം നോക്കി, വി വെലോസിറ്റിയിൽ പ്ലേറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ ഇത് ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ പ്ലേറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം, വി കോസ് തീറ്റ ആയിട്ട് എടുക്കണം അല്ലേ. തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത് വി കോസ് തീറ്റയാണ്. അതേപോലെ അതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, വി സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എനിക്ക് ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, വി സൈൻ തീറ്റ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. ഈ റോ എ വി എന്ന് പറയുന്നത് എന്താ, റോ എ വി എന്ന് പറയുന്നത് മാസ് ആണ് അല്ലേ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇക്വേഷൻ എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം റോ എ വി അതെങ്ങനെയാണ് പിന്നെ റോ എ വി ആവുന്ന എല്ലാം നമ്മൾ ആ ഡെറിവേഷനിൽ ചെയ്തതാണ്. ഇനി ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, വി സൈൻ തീറ്റ അല്ലേ. അപ്പോൾ അതെഴുതാം, റോ എ വി വി സൈൻ തീറ്റ. ആൻഡ് ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താ, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് ആ സർഫസിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി. ഹിറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, സീറോ അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. വി എഫ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ ആ കമ്പോണൻ്റ് ഇല്ല, ഇതെന്ന് പറയുന്നത് സീറോ ആയി അല്ലേ. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ റോ എ വി സ്ക്വയർ സൈൻ തീറ്റ അല്ലേ. ഇതാണ് എഫ് എൻ. ഇനി എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് ഫോഴ്സാണ്, ഫോഴ്സ് നോർമൽ ടു ദി പ്ലേറ്റ്. ഇനി അടുത്തത് നമുക്ക് ഈ ജെറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും. ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇൻ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയുമ്പം ജെറ്റ് ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, എക്സ് ഡയറക്ഷനിലല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് എക്സ് ആണ്. അപ്പോൾ എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും, അപ്പോൾ ഓൾറെഡി തന്നിരിക്കുന്ന കമ്പോണൻസ് എല്ലാം എഴുതാം. ഇവിടെ നമ്മൾ ഓൾറെഡി എഫ് എൻ കണ്ടുപിടിച്ചു, നോർമൽ ഫോഴ്സ്. ഇനി വെലോസിറ്റി വിയിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്, ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. എഫ് എന്നിൻ്റെ ഡയറക്ഷനിൽ വരുന്ന വെലോസിറ്റി കമ്പോണൻറ്റ് വി സൈൻ തീറ്റയാണ്. അപ്പോൾ തന്നിരിക്കുന്നതെല്ലാം നമ്മൾ എടുത്തെഴുതി. ഇനി എഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എന്താണെന്ന് അറിയാം അല്ലേ. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കുമല്ലേ. അതായത് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനിൽ ഇങ്ങനെ ഒരു ലൈന് കട്ട് ചെയ്യുമ്പം ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റയാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റയാണ് അല്ലേ. ആൻഡ് ഈ എഫ് എൻ എന്ന് പറയുന്നത് എന്താ, നോർമൽ ഫോഴ്സ് ആണ് അല്ലേ. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, 90 ഡിഗ്രിയാണ്. ഇതാണ് എഫ് എൻ. അപ്പം ഈ എഫ് എന്നിൽ ഇതുവരയ്ക്കും തീറ്റയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ അല്ലേ.
അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? 90 മൈനസ് തീറ്റ. ഇനി എഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എഫ് എൻ കോസ് എന്താ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? എന്നുവെച്ചാൽ എങ്ങനെയാണ് അത് എഴുതിയത്? ഓൾറെഡി ഇവിടെ എഫ് എൻ ഉണ്ട്. അപ്പം എഫ് എന്നിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പറയുകയാണെങ്കിൽ എഫ് എൻ കോസ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ 90 മൈനസ് തീറ്റ. ഇനി ഇതിനൊരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? എഫ് എൻ സൈൻ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? ഏത് ആംഗിളാണ്? ഈ ആംഗിൾ. ഇതെന്ന് പറയുന്നത് എന്താ? 90 മൈനസ് തീറ്റ. അപ്പോൾ ഈ എഫ് എന്നിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എൻ കോസ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ആൻഡ് എഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ? ഇതിന് മുമ്പ് നമ്മൾ എഫ് എൻ ഡിറൈവ് ചെയ്താണ്. അതെന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ സൈൻ തീറ്റയാണ്. അതിൻ്റെ കൂടെ കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ തീറ്റയാണ് അല്ലേ? അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തിരിച്ചും സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കോസ് തീറ്റ ആയിരിക്കും. അപ്പം ഞാനിവിടെ കോസ് 90 മൈനസ് തീറ്റേനെ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതാണ് സൈൻ തീറ്റ. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ റോ എ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതാണ് എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് exerted in direction of ജെറ്റിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് എഫ് എക്സ്. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് വൈ ആണ്. അതെന്ന് പറയുന്നത് എവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് ആയിരിക്കും? അപ്പം എഫ് ഐ വരയ്ക്കുകയാണെങ്കിൽ ഇത് എഫ് എക്സ്, അപ്പം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതായിരിക്കും എഫ് ഐ അല്ലേ? അപ്പോൾ ഈ പ്ലെയിനിന്, അതായത് ഈ പ്ലെയിനിന് നോർമലായിട്ട് ഈ വെലോസിറ്റി കമ്പോണൻറ്റിന് നോർമലായിട്ടുള്ള ഫോഴ്സാണ് എഫ് ഐ അല്ലേ? അപ്പം എഫ് ഐ എന്ന് പറയുന്നത് എന്താ? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അതായത് ഇങ്ങനെയാണ് ജെറ്റ് വരുവാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് എഫ് ഐ. അപ്പോൾ എഫ് ഐ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇനി എഫ് ഐ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ എഴുതാം. എഫ് ഐ എന്ന് പറയുന്നത് എഫ് എൻ സൈൻ 90 മൈനസ് തീറ്റ അല്ലേ? അപ്പം അതൊന്ന് എടുത്തെഴുതുമ്പോൾ എഫ് എൻ സൈൻ 90 മൈനസ് തീറ്റ. എഫ് എൻ എന്താണെന്നറിയാം? റോ എ വി സ്ക്വയർ സൈൻ തീറ്റ. ഇതാണ് എഫ് എൻ. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. സൈൻ 90 മൈനസ് തീറ്റ എന്തായിരിക്കും? സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഇത് നമുക്ക് ജനറലി അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പം അതവിടെ എടുത്തെഴുതുവാണെങ്കിൽ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ. അപ്പോൾ എഫ് ഐ എന്ന് പറയുന്നത് എന്താ? റോ എ വി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സും ഡിഫറെൻ്റ് ആണ് അല്ലേ? അതായത് ആദ്യം നമ്മൾ നോർമൽ ടു ദ പ്ലെയിൻ ആണ് എടുത്ത്, അപ്പോൾ നമ്മൾ എഫ് എൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എഫ് എക്സ് ആണ്. അതേപോലെ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എഫ് ഐ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഫോഴ്സും മാറും. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്.